ഈസി ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് ജേർണൽ എൻട്രി എഴുതുന്നത് വരെയാണ്. ഒരു ട്രാൻസാക്ഷൻസിനെ എങ്ങനെ ജേർണൽ എൻട്രി ആക്കാം എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജേർണൽ എൻട്രിയെ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ജേർണൽ എൻട്രികളിൽ നിന്ന് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ജേർണൽ എൻട്രീസിലെ ഡാറ്റാസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാം. റെക്കോർഡിംഗ് ക്ലാസിഫൈങ് എന്നാണ് നമ്മുടെ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മള് ഈ ഡാറ്റാസിനെ ഉപയോഗിച്ചിട്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്ന ഈ ബേസ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ജേർണൽ എൻട്രിയെ ജേർണൽ എന്ന് പറയുന്ന ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള ജേർണൽ എൻട്രിയെ അക്കൗണ്ടുകളിലേക്ക് എഴുതുന്നതിന് നമ്മൾ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മള് പോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. വേർഡ് പോസ്റ്റിംഗ്. ഓക്കെ, അക്കൗണ്ടുകളിൽ നിന്ന് ജേർണൽ എൻട്രികളിൽ നിന്ന് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോസ്റ്റിംഗ് ആണ്. എങ്ങനെ ജേർണൽ എൻട്രിയെ പോസ്റ്റ് ചെയ്യാം? ഹൗ ടു പോസ്റ്റ് ജേർണൽ എൻട്രീസ് ഇൻ ടു അക്കൗണ്ട്സ്. ഹൗ ടു പോസ്റ്റ് ജേർണൽ എൻട്രീസ് ഇൻ ടു അക്കൗണ്ട്സ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ജേർണൽ എൻട്രിയിലെ അക്കൗണ്ടുകളിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങള് നോക്കാം. എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു ജേർണൽ എൻട്രി എടുക്കുക. സിമ്പിൾ ആയിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ആദ്യത്തെ ജേർണൽ എൻട്രി ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ജേർണൽ എൻട്രീസ് എഴുതാൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് വീഡിയോസ് എടുത്ത് കാണാം. ഒരു ഷോർട്ട് കട്ട് വീഡിയോ, ബോണസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ജേർണൽ എൻട്രി ചെയ്യാനുള്ള നോർമലി ജേർണൽ എൻട്രീസിന്റെ ഡിറൈവ് ചെയ്തിരുന്ന ഫോമുള്ള വീഡിയോസ് ഉണ്ട്. വീഡിയോസ് കാണാം. ജേർണൽ എൻട്രികൾ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ പോസ്റ്റിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജേർണൽ എൻട്രി തെറ്റിയാൽ എല്ലാം തെറ്റി. പോസ്റ്റിംഗോട്ട് അങ്ങോട്ട് പോകുന്ന എല്ലാ പ്രോസസ്സും തെറ്റി. സോ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ആണ് ആക്ച്വലി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ ഒരു ബണ്ടിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ്. ഓക്കെ, രണ്ട് അക്കൗണ്ടുകളിൽ ഇത് പോസ്റ്റ് ചെയ്യണം. ഇത് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതിപ്പോ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടി ഒറ്റ ബാഗിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. നമ്മളെ ഉള്ളിയുടെ പാക്കറ്റിലും ഉരുളക്കിഴങ്ങിന്റെ ബാസ്ക്കറ്റിലേക്ക് മാറ്റിയിടുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. രണ്ട് അക്കൗണ്ടുകൾ വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ. ഈ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ വേണം. ആദ്യത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, അക്കൗണ്ടുകളെ ഒന്ന് പരിചയപ്പെടാം. ക്യാഷ് അക്കൗണ്ട് ആണ് ആദ്യത്തെ അക്കൗണ്ട്. ഇത് എന്ത് വായിക്കുമ്പോ വലുതാക്കി വായിക്കുന്നു. ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ടുകൾക്ക് രണ്ട് സൈഡുകളുണ്ട്. അക്കൗണ്ടുകൾക്ക് ഒരുപോലെയുള്ള രണ്ട് സൈഡുകളുണ്ട്. ഓക്കെ, ഈ സൈഡ് ഡെബിറ്റ് സൈഡ് എന്നും ഈ സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്നുമാണ് പറയുന്നത്. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഒരുപോലെയുള്ള ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളുണ്ട് അക്കൗണ്ടിന്. ഇത് ക്രെഡിറ്റ് സൈഡും ഇത് ഡെബിറ്റ് സൈഡുമാണ്. നേരത്തെ പോലെ തന്നെ ഇത് ഡേറ്റ് ആണ്, ഇത് പെർട്ടിക്കുലേഴ്സ് ആണ്, ഇത് എമൗണ്ട് ആണ്. ഇത് ഡേറ്റ് ആണ്, ഇത് പെർട്ടിക്കുലേഴ്സ് ആണ്, ഇത് എമൗണ്ട്. നേരത്തെ അവിടെ നമ്മള് ജേർണൽ എൻട്രിയുടെ സമയത്ത് ലെഡ്ജർ ഫോളിയോ എന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ജേർണൽ ഫോളിയോ ആണ്. JF ആണ് ജേർണൽ ഫോളിയോ എന്ന് പറഞ്ഞാൽ ഈ എഴുതാൻ പോകുന്ന ജേർണൽ എൻട്രി ഇത് ഇപ്പോ 8ാമത്തെ ജേർണൽ എൻട്രി ആണ് എങ്കിൽ ഈ 8 എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞു എവിടെ നിന്നാണ് ഈ ജേർണൽ എൻട്രി വന്നത്, ജേർണൽ എൻട്രി ഏത് ഏരിയയിൽ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് എഴുതി വെക്കാം 8ാമത്തെ ജേർണൽ എൻട്രി ആണ് എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അതിനുള്ള സ്ഥലമാണ്. ഓക്കെ, സിമ്പിൾ. അക്കൗണ്ടിനെ വരയ്ക്കാൻ നോക്കുക. ഇത്രയും വൃത്തിയായിട്ട് വരയ്ക്കരുത്, കുറച്ചും കൂടി നന്നായിട്ട് വരയ്ക്കാം. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. നിങ്ങൾ നോട്ടിലൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് നോട്ട് മാറ്റിയിട്ട് വരയ്ക്കാൻ നമുക്ക് കുറച്ചും കൂടി സ്ഥലം കിട്ടും. ഓക്കെ, ഇതാണ് ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇങ്ങനത്തെ രണ്ട് അക്കൗണ്ടുകളാണ് നമുക്ക് വേണ്ടത് ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ രണ്ട് അക്കൗണ്ടുകളാണ് നമുക്ക് വേണ്ടത് ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനത്തെ രണ്ട് അക്കൗണ്ടുകൾ വേണം. ഇതൊരു വലിയ വരയാണ്. രണ്ട് സെപ്പറേഷൻ നടത്തുന്ന വരയാണ്.
രണ്ട് അക്കൗണ്ടുകൾ ആയി. ഈ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഈ അക്കൗണ്ടിന് നമ്മൾ പേര് കൊടുത്തു ക്യാഷ് അക്കൗണ്ട്. എല്ലാ ക്യാഷുകളെയും വിട്ടുവയ്ക്കാനുള്ള അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഈ അക്കൗണ്ടിന് നമ്മൾ പേര് കൊടുത്തു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. ഈ ജേണൽ എൻട്രിയിലേക്ക് നല്ലോണം വൃത്തിയായിട്ട് നോക്കിയാൽ എങ്ങനെയാണ് അവനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി തന്നെ നിങ്ങളോട് പറയുകയാണ് എന്നെ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് നോക്കിയാൽ മതി. ജേണൽ എൻട്രി പറയുന്നു ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതാം. ജേണൽ എൻട്രി പറയുകയാണ് ക്യാഷ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ഡെബിറ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്നെ ടു ക്യാപിറ്റൽ എന്ന് എഴുതും എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് 2 ആണ്. 2 എഴുതുന്ന സൈഡ് ഈ സൈഡാണ്. 2 ക്യാപിറ്റൽ എഴുതി എമൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ചെയ്യേണ്ടത് കഴിഞ്ഞു. ക്യാഷ് അക്കൗണ്ടിൽ 2 ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ടിൽ 2 ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ടിൽ 2 ക്യാപിറ്റൽ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പോസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 2 ക്യാപിറ്റൽ എന്ന്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 2 ക്യാപിറ്റൽ എന്ന്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, 2 നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ബൈ ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ ബൈ ആണ് ബാക്കിയുള്ളത്. അത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടില് നേരെ ഓപ്പോസിറ്റ് സൈഡില് ബൈ ക്യാഷ് എന്ന് എഴുതുക, എമൗണ്ട് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്ത്. സിമ്പിൾ ആണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് 2 ക്യാപിറ്റൽ എന്ന് എഴുതി. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് 2 ക്യാപിറ്റൽ എന്ന് എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, ഒരു ജേണൽ എൻട്രിയെ നമ്മൾ 2 സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യണം. ഒരു ജേണൽ എൻട്രിയെ നമ്മൾ 2 സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം. ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. 2 സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ 2 ക്യാപിറ്റൽ എഴുതി, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള 2 ക്യാപിറ്റൽ എപ്പോഴും ഇവിടെ വരുന്ന ഐറ്റമാണ്. മുകളിലുള്ള ആളെ എപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന്റെ 2 എഴുതി. ക്യാഷ് വന്നു, ക്യാപിറ്റലായി പൈസ വന്നു, ക്യാപിറ്റലായിട്ട് ക്യാഷ് വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്തും എഴുതി, ബൈ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, സംശയമില്ലല്ലോ. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഒന്നുകൂടി നോക്കാം. ഒരു ജേണൽ എൻട്രി നോക്കാം. നമ്മള് വേജസ് പേ ജേണൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ അറിയാം. ക്യാഷ് ആണ്, വേജസ് പേ ചെയ്തതാണ്, ക്യാഷ് താഴെയാണ് വരിക അല്ലെ. മുകളിൽ വേജസ് വരുന്നു. വേജസ് അക്കൗണ്ട് ടു ക്യാഷ്, വേജസ് അക്കൗണ്ട് ടു ക്യാഷ്, വേജസ് അക്കൗണ്ട് ടു ക്യാഷ്. ഇത് ക്യാഷ് അക്കൗണ്ട് ആണല്ലേ, നമ്മൾ നേരത്തെ ക്യാഷ് അക്കൗണ്ട് ആണ്. വേജസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറയുന്നത് അത് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് വേജസ് അക്കൗണ്ടും വേണം, ക്യാഷ് അക്കൗണ്ടും വേണം. വേജസ് അക്കൗണ്ടും വേണം, ക്യാഷ് അക്കൗണ്ടും വേണം. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമുക്കുണ്ട്. ഇനി ഓരോ ക്യാഷ് അക്കൗണ്ടിന്റെ ആവശ്യം വരുമ്പോഴും പുതിയ അക്കൗണ്ട് വരയ്ക്കരുത്. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ വരയ്ക്കേണ്ടത് വേജസ് അക്കൗണ്ട് ആണ്. വേജസ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ തുടരുത്, നിങ്ങൾ ഒരു വേജസ് അക്കൗണ്ട് വേറെ വരയ്ക്കുക. ഓക്കെ, വേജസ് അക്കൗണ്ട് ഞാൻ തൽക്കാലം ഈ ക്യാഷ് ഇതിനെ നമ്മൾ വേജസ് അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റാണ്. നിങ്ങൾ വേറെ വേജസ് അക്കൗണ്ട് വരയ്ക്കണം. ക്യാപിറ്റലിൽ തന്നെ വെട്ടി എഴുതരുത്. വേജസ് അക്കൗണ്ട്. അപ്പോ വേജസ് അക്കൗണ്ട് ടു ക്യാഷ്, വേജസ് അക്കൗണ്ടിൽ എന്തെഴുതുക, ടു ക്യാഷ് എന്ന് എഴുതുക. കണ്ടോ, ക്യാഷ് അക്കൗണ്ടിൽ എന്തെഴുതുക, മുകളിലല്ലേ എഴുതുന്നത്. ഇത് ബൈ അല്ലേ, മുകളിലുള്ള ആളാരാണ്, ബൈ ഐറ്റമാണ്, ക്രെഡിറ്റ് സൈഡിലേക്കുള്ള ഐറ്റമാണ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ വേജസ് എന്ന് എഴുതുക. പഴയ ക്യാഷ് അക്കൗണ്ടിൽ തന്നെ ബൈ വേജസ് എന്ന് എഴുതി നമുക്ക് കണ്ടോ. ഓക്കെ, അപ്പൊ ഈ ജേണൽ എൻട്രി രണ്ടാമത്തെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഇവിടെ ഉള്ളത് തന്നെ യൂസ് ചെയ്യാൻ പറ്റി. കാരണം ഒരാൾ ക്യാഷ് ആണല്ലോ. ഇനി എപ്പോ ക്യാഷ് വന്നാലും ഈ അക്കൗണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഈ അക്കൗണ്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. നമുക്ക് ഇല്ലാത്ത അക്കൗണ്ടുകൾ വരുമ്പോഴാണ് നമ്മൾ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് ക്യാഷ് ഉണ്ട്, നേരത്തെ ക്യാപിറ്റൽ അവിടെ ഉണ്ട്, ഇപ്പൊ പുതിയതായിട്ടൊരു അക്കൗണ്ട് വന്നു, വേജസ് അക്കൗണ്ട് വന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ മാറ്റി പുതിയത് വരച്ചോണ്ടേ ഇരിക്കണം. നിങ്ങൾ ഇങ്ങനെ അടിയത്തത് വെട്ടിയിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് മൂന്നാമത്തെ ഇപ്പൊ 3 അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്തത് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ബിൽഡിംഗ് വാങ്ങാം. ഓക്കെ, ബിൽഡിംഗ് വാങ്ങുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഒക്കെ ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി അല്ലെ. ബിൽഡിംഗ് വാങ്ങുമ്പോൾ ക്യാഷ് പോയി, ക്യാഷ് താഴെ മുകളിൽ ബിൽഡിംഗിനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ബിൽഡിംഗ് അക്കൗണ്ട് ഒക്കെ ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി.
ഓക്കെ. ബിൽഡിംഗ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതാം. നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ട് ഇല്ല. നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഞാൻ തൽക്കാലം ഇതിനെ ബിൽഡിംഗ് ആക്കി മാറ്റുന്നു. ബിൽഡിംഗ് അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് വരയ്ക്കണം. ബിൽഡിങ്ങിന് പുതിയ അക്കൗണ്ട് വരച്ചിട്ടാണ് ചെയ്യേണ്ടത്, വെട്ടിയിട്ടല്ല. ബിൽഡിങ്ങിന് പുതിയ അക്കൗണ്ട് വരയ്ക്കണം, പുതിയ അക്കൗണ്ട് എടുക്കണം. കുറെ അക്കൗണ്ടുകൾ വരച്ചു വെച്ചിട്ട് ഒരു അക്കൗണ്ടിന് ബിൽഡിംഗ് എന്ന് പേര് കൊടുക്കുക. ബിൽഡിംഗ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതാം. ബിൽഡിംഗ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതാം. ബിൽഡിംഗ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതാം. ഓക്കെ. ബിൽഡിംഗ് അക്കൗണ്ടിൽ എന്ത് എഴുതാം? ടു ക്യാഷ് എന്ന് എഴുതാം. ഓക്കെ. പോസ്റ്റ് ചെയ്തല്ലോ ബിൽഡിംഗ് അക്കൗണ്ടിൽ ടു ക്യാഷ്. ഇനി ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതാം? ബൈ ബിൽഡിംഗ്. കണ്ടോ, ക്യാഷ് അക്കൗണ്ട് തന്നെയാണ് എഴുതുന്നത്. പുതിയ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കരുത്. ഓക്കെ. നമുക്ക് ഇല്ലാത്ത അക്കൗണ്ടുകൾ വരുമ്പോഴാണ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഇല്ലാത്ത അക്കൗണ്ട് വരുമ്പോഴാണ് പുതിയ അക്കൗണ്ട് എടുക്കേണ്ടത്. ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം എത്ര എണ്ണം വന്നാലും ഇതിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ബിൽഡിങ്ങിന് വിറ്റു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ബിൽഡിംഗ് പുതിയത് വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിലാണ് പോസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, ക്യാപിറ്റലാണ് പോസ്റ്റ് ചെയ്യുക. വേജസ് അക്കൗണ്ട് ഉണ്ട്, ഇനി വേജ് കൊടുത്താൽ ആ വേജസ് അക്കൗണ്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇത് നോക്കാം. ബിൽഡിംഗ് വിറ്റു എന്നാണ് നോക്കുക. ബിൽഡിംഗ് വിറ്റു എന്ന് നോക്കുക. ബിൽഡിംഗ് വിൽക്കുമ്പോൾ പൈസ കിട്ടും. ക്യാഷ് അക്കൗണ്ട് ടു ബിൽഡിംഗ്. ജനറലി സിമ്പിൾ ആയിട്ട് വരണം. ബിൽഡിംഗ് വിറ്റു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ക്യാഷ് അക്കൗണ്ട് ടു ബിൽഡിംഗ് എന്ന് വരണം. ഓക്കെ. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു ബിൽഡിംഗ് എന്നാണ്. ക്യാഷ് അക്കൗണ്ടിൽ ടു ബിൽഡിംഗ് കണ്ടോ, ക്യാഷ് അക്കൗണ്ടിൽ ടു ബിൽഡിംഗ്. ഓക്കെ. ഇതിപ്പോ 10ാമത്തെ ജനുവരിയാണ്. 10 എന്ന് മനസ്സിലാണെങ്കിൽ 10ാമത്തെ ജനുവരിയാണ് 10 എന്ന് എഴുതി വെക്കാം. ഓക്കെ. ഇനി ക്യാഷ് അക്കൗണ്ടിൽ ബിൽഡിംഗ് എഴുതി. ക്യാഷ് അക്കൗണ്ടിൽ ബിൽഡിംഗ് എഴുതി. ഇനി ബിൽഡിംഗ് അക്കൗണ്ടിൽ ബൈ ക്യാഷ്. ബിൽഡിംഗ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്. ബൈ ക്യാഷ് കണ്ടു. സിമ്പിൾ ആണ്. ജനുവരി പോസ്റ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ. എങ്ങനെയാണ് ലോജിക്ക് ഇതെടുത്ത് അവിടെ വെക്കുക, അടുത്തോട്ട് വെക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ടു സൈഡ് ഇതാണ്. ഇത് ബൈ ആണ്. മോള് ബൈ നമ്മൾ എഴുതാറില്ല. ബൈ ഉണ്ട് അവിടെ എന്ന് വിചാരിച്ചു. ബൈന്റെ സൈഡ് അവിടെ. അപ്പൊ ഈ മോളിൽ എഴുതിയ ഐറ്റംസ് എല്ലാം എപ്പോഴും ഈ സൈഡിലാണ് ഉണ്ടാവുക. താഴെ എഴുതുന്ന ഐറ്റംസ് എല്ലാം എപ്പോഴും ഉണ്ടാവുക ഈ സൈഡിലാണ്. തെറ്റിപ്പോകണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ താഴെയുള്ള ഐറ്റംസ് എല്ലാം ടു എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം എപ്പോഴും ഇവിടെ ഉണ്ടാവുക. ടു ക്യാഷ്, ടു ക്യാപിറ്റൽ ഒക്കെ ആണെങ്കിലും ഇവിടെയാണ് ഉണ്ടാവുക. ഈ സൈഡിലാണ് ഉണ്ടാവുക. ഈ മോളിൽ എഴുതിയിട്ടുള്ള ജനറലിന്റെ മോളിലുള്ള ഐറ്റംസ് എല്ലാം എപ്പോഴും അവിടെയാണ് ഉണ്ടാവുക. ഓക്കെ. അത് ശ്രദ്ധിച്ചത്. ഓക്കെ. ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ക്യാഷ് ഇവിടെ ഉണ്ടല്ലോ. ക്യാഷ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്യാഷുള്ള ഐറ്റംസ് തന്നെ എടുക്കുന്നത്. ബാങ്ക് ലോൺ ടേക്കൻ എന്ന് പറഞ്ഞാല് ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ എന്നാണ്. ഓക്കെ. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് ലോൺ എഴുതാം. ക്യാഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് ലോൺ അല്ലെ. ക്യാഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് ലോൺ എഴുതാം. എമൗണ്ട് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ബാങ്ക് ലോൺ അക്കൗണ്ട് ആണ്. ഇത് ബിൽഡിംഗ് അക്കൗണ്ട് ആണ്. നമ്മളിവിടെ ഒരു ബാങ്ക് ലോൺ അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ. ബാങ്ക് ലോൺ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതാം. ബാങ്ക് ലോൺ അക്കൗണ്ട് ഇവിടെ ബൈ ക്യാഷ് എന്ന് സിമ്പിൾ ആണ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബാങ്ക് ലോൺ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതാം. വീഡിയോ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. 1-2 കാര്യങ്ങൾ കൂടി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയട്ടെ. ഓക്കെ. ഒരു ജനറൽ എൻട്രി വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറയുന്ന ജനറൽ എൻട്രി ആണ് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 2 അക്കൗണ്ടുകൾ വേണം. ഒരു അക്കൗണ്ട് വേജസ് അക്കൗണ്ടും ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടും ആണ്. മുമ്പേ നമ്മൾ വേജസ് അക്കൗണ്ടോ ക്യാഷ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യരുത്. അതിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നെടുക്കുമ്പോഴും പുതിയത് പ്രിപ്പയർ ചെയ്ത് വരരുത്. ഓക്കെ. ഈ മോളിൽ വരുന്ന ഡെബിറ്റ് ഐറ്റംസ് എല്ലാം ഈ സൈഡിലാണ് വരിക. അക്കൗണ്ടിന്റെ ഈ സൈഡിലാണ് വരിക. താഴെ വരുന്ന ഐറ്റംസ് എല്ലാം ടു ഐറ്റംസ് എല്ലാം നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഓക്കെ. പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു അക്കൗണ്ടിൽ അതേ പേരിൽ തന്നെ ഒരു എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാഷിനോ ബൈ ക്യാഷിനോ നമ്മൾ പോകാറുണ്ട്. ആദ്യം എഴുതുന്നു. തെറ്റാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക. ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് എന്ന് പറയുന്ന എൻട്രി, വേജസ് അക്കൗണ്ടിൽ ഒരിക്കലും വേജസ് എന്ന് പറയുന്ന എൻട്രി ഒന്നും വരില്ല. തെറ്റാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ. വീഡിയോ
പോസ്റ്റ് ചെയ്യുന്നത്, ഈ ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിനൊരു ടെക്നിക്കാണ്. അക്കൗണ്ടിങ് നോളജോ നിങ്ങളുടെ ബൈഹാർട്ടിങ് കഴിവൊന്നും അല്ല നോക്കുന്നത്. ഒരു ചെറിയ ടെക്നിക്കാണ്. അവിടെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഇതാണെങ്കിൽ മുകളിലാണെങ്കിൽ എവിടെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക? ഇവിടെയുള്ള ഐറ്റം എപ്പോഴും ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, വേജസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് പറഞ്ഞു തരുന്നുണ്ട്. വേജസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എഴുതുക. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇനി ബാക്കിയുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ്, സൈഡ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേജസ് എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അക്കൗണ്ടിലേക്ക് എന്ത് പോസ്റ്റ് ചെയ്യുന്നത്? ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. പ്രോസസ്സിനെ പറയുന്നത് ജേർണൽ എൻട്രീസ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ജേർണൽ എൻട്രീസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ജേർണൽ എൻട്രിയിലേക്ക് നല്ലോണം നോക്കിയാൽ ജേർണൽ എൻട്രി നിങ്ങളോട് പറഞ്ഞു തരും. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു വേജസ് അല്ലെങ്കിൽ ടു സാലറി എന്ന് എഴുതണം എന്ന് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണെങ്കിൽ വേജസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് എഴുതുക. പിന്നെ ബാക്കിയുള്ളത് ക്യാഷ് അക്കൗണ്ടിന്റെ സൈഡാണ്. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതുക? ബൈ വേജസ് എന്ന് എഴുതുക. അപ്പൊ ഒന്ന് ഡെബിറ്റിലും ഒന്ന് ക്രെഡിറ്റിലും ആയിരിക്കും. കുറെ നിയമങ്ങളുണ്ട്. ഒന്ന് ഡെബിറ്റിലും ഒന്ന് ക്രെഡിറ്റിലും ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരേ പേരുള്ള അക്കൗണ്ടിൽ അതേപോലെ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് ഒന്നും വരില്ല. വേജസ് അക്കൗണ്ടിൽ വേജസ് ഒന്നും, സാലറി അക്കൗണ്ടിൽ സാലറി ഒന്നും വരില്ല. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഐറ്റമാണ്. പക്ഷെ ഒരു ജേർണൽ എൻട്രി രണ്ട് സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിരിക്കണം. രണ്ട് സൈഡ് പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ രണ്ട് സമയം ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഇരിക്കണം. ഓക്കെ, രണ്ട് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാതെ മറന്നു പോകുന്നത് പിന്നെ അങ്ങോട്ടുള്ള എല്ലാത്തിലും ആ തെറ്റ് നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ബാക്കി എല്ലാ പ്രോസസ്സും തെറ്റായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ 2 തവണ കാണാം. ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഓരോ തവണയും ഓരോ അക്കൗണ്ട് വാങ്ങിച്ചിട്ടാണ് പുതിയ അക്കൗണ്ട് താഴെ വരച്ചത്. നിങ്ങൾക്ക് പുതിയ അക്കൗണ്ടുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുതിയ അക്കൗണ്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത ഐറ്റത്തിന് ഇപ്പൊ 2 ക്യാഷ് വരച്ചു പോകരുത്, 2 സാലറി വരച്ചു പോകരുത്. ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ട് വലുത് വരയ്ക്കുക. ക്യാഷ് ആ ജേർണൽ എൻട്രീസ് 25 ജേർണൽ എൻട്രി ഉണ്ട്, 50 ജേർണൽ എൻട്രി ഉണ്ടെങ്കിൽ അതിലെ ക്യാഷ് മുഴുവൻ പോസ്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. അപ്പൊ നിങ്ങൾ ജേർണൽ എൻട്രീസ് വരയ്ക്കുമ്പോൾ, അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാഷിനും പർച്ചേസിനും സെയിലിനും, ക്യാഷിന് വലിയ അക്കൗണ്ട് കൊടുക്കുക, പർച്ചേസിനും സെയിലിനും ഒക്കെ അത്യാവശ്യം വലിയ അക്കൗണ്ടുകൾ തന്നെ കൊടുക്കുക. ബാക്കിയുള്ളതിൽ നിന്ന് ചെറുതായാലും കുഴപ്പമില്ല. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. ക്യാഷ് അക്കൗണ്ട് അങ്ങ് തീർന്നു പോകും. ഓക്കെ, എന്നിട്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ എഴുതും. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും വലുതാക്കി വരയ്ക്കും. വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് 1-2 തവണ കാണുക എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും, ഒരു ലോജിക്ക് വരും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ് സമ്മറൈസിംഗ് ആണ്. അക്കൗണ്ടുകളിലേക്ക് എങ്ങനെ ജേർണൽ എൻട്രിയെ പോസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചു. വീഡിയോസ് ഒന്നുകൂടി നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണും. അല്പം വേഗത്തിലാണ് പോകുന്നത്, ഭയങ്കര ലെങ്ത് വരുന്നതുകൊണ്ടാണ് വീഡിയോസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ജേർണൽ എൻട്രികൾ ഇങ്ങനെ അക്കൗണ്ടുകളിൽ നിറഞ്ഞു നിൽക്കും. 2 സൈഡിലുമായിട്ട്, അക്കൗണ്ടുകളുടെ 2 സൈഡിലുമായിട്ട് ജേർണൽ എൻട്രീസ് ഇങ്ങനെ ഫിൽ ആയിരിക്കും. ഓക്കെ, ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് എല്ലാം ക്യാഷ് അക്കൗണ്ടിന്റെ താഴെ ഉണ്ടാവും. പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിന്റെ താഴെ ഉണ്ടാവും. ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് അക്കൗണ്ടിന്റെ താഴെയും പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം പർച്ചേസ് അക്കൗണ്ടിന്റെ താഴെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ സമ്മറൈസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിനെ ടോട്ടലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗറിലേക്ക് എത്തലാണ്. ഈ അക്കൗണ്ടിനെ ടോട്ടലായി റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ ഫിഗറിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ അക്കൗണ്ടിനെ ഇനി നമ്മൾ കൊണ്ടുപോകണ്ട. അക്കൗണ്ടിനെ മൊത്തം എടുത്തിട്ട് ഇനി എങ്ങോട്ടും പോകണ്ട. ആ സമ്മറി മാത്രമാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഈ വർഷത്തെ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ തോമസ് എന്ന് പറയുന്ന ആളുടെ 100 രൂപ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ തോമസിന് കുറച്ച് ദിവസം കഴിഞ്ഞ് 100 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ തോമസിന്റെ 100 രൂപ വാങ്ങി തോമസിന് 100 രൂപ തിരിച്ചു കൊടുത്തു എന്നതിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് എടുത്തു പോകണ്ട. നമ്മൾ തോമസുമായി ബന്ധപ്പെട്ട ആ ട്രാൻസാക്ഷൻ, ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വാങ്ങിയത് 100, കൊടുത്തത് 100. അപ്പൊ ഇനി അടുത്തേക്ക് പോകണ്ട. അതിന് ബാലൻസ് ഇല്ല. ഓക്കെ, ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ തോമസിനെ നമ്മൾ കൊണ്ടുപോയി ഒരു 100 രൂപ വാങ്ങി 50 രൂപയെ തിരിച്ചു കൊടുത്തുള്ളൂവെങ്കിൽ തോമസിന് 50 രൂപ കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ അടുത്ത വർഷത്തെ കണക്കിൽ എഴുതിയനെ. മനസ്സിലായി? അപ്പൊ ബാലൻസുകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന സാധനങ്ങൾ. ബാലൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ഇതാണ്. അക്കൗണ്ടുകളെ സിംഗിളി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഐഡിയ ഒറ്റ ഫിഗറിൽ ഉണ്ടാക്കി തരുന്നതാണ് ഈ പറയുന്ന ബാലൻസ്. ഓക്കെ, ആദ്യം ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തപ്പോ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ 100 രൂപ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ലോൺ
50 രൂപ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സന്തോഷ് പൈസ എന്നാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സന്തോഷ് 100 രൂപ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 200 രൂപ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 300 രൂപ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പുറത്തും ഇതുപോലെ ഐറ്റംസ് ഉണ്ട്. ബൈ ക്യാഷ് അല്ലെ, ബൈ ക്യാഷ് ഐറ്റംസ്. ഓക്കെ, അപ്പോ മെഷീനറി അക്കൗണ്ട് അറ്റ് ക്യാഷ് 250. ഓക്കെ, ബാങ്ക് ലോൺ തിരിച്ചടച്ചു. ബാങ്ക് ലോൺ 150. ഓക്കെ, ഇവിടെ സുമേഷിന് നമ്മൾ പൈസ കൊടുത്തു. സുമേഷ് 50. നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് 50. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണല്ലോ സാധാരണ അക്കൗണ്ട് ഉണ്ടാവുക. ബാലൻസ് ചെയ്യുന്ന എങ്ങനെ നോക്കുക? എപ്പോഴും ബാലൻസ് ചെയ്യാൻ ഒരേ മെത്തേഡ് തന്നെയാണ്. ബാലൻസ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അക്കൗണ്ടിന്റെ പുറത്ത് എവിടെയെങ്കിലും രണ്ട് സൈഡും കൂട്ടിയിട്ട് എഴുതുക. ഈ സൈഡും ആഡ് ചെയ്യുക, ഈ സൈഡും ആഡ് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ എവിടെയും ചെയ്യരുത്, പുറത്ത്. ഓക്കെ, മാർജിനിൽ എവിടെയെങ്കിലും പെൻസിൽ കൊണ്ട് കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഈ സൈഡ് കൂട്ടുമ്പോ 150, 250, 450, 750 കിട്ടും. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോ 750 ആണ് കിട്ടിയത്. സ്ഥലം എടുത്തിട്ട് തന്നെ എഴുതിക്കോളൂ, ഒരു പ്രോബ്ലം. 750 ആണ് കിട്ടിയത് ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോ. ഓക്കെ, ഈ സൈഡ് ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ് 250, 150, 50, 50. ഓക്കെ, എന്ന് പറഞ്ഞാൽ 250, 150, 500 ആണ് കിട്ടിയത്. ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോ 500 ആണ് കിട്ടിയത്. ഇങ്ങനെ രണ്ട് സൈഡിന്റെയും ടോട്ടൽ എടുത്ത് വയ്ക്കുക. നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലും കിട്ടും, ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലും കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയത് ആരാണെന്ന് നോക്കുക. ആരാ വലിയത്? ഈ ഡെബിറ്റ് സൈഡിലുള്ള 750 ആണ് വലുത്. ആ 750നെ ടോട്ടലായിട്ട് രണ്ട് സ്ഥലത്ത് എഴുതുക. കണ്ടോ? ടോട്ടലായിട്ട് എവിടെ ഞാൻ എഴുതിയെന്നുണ്ടോ? അക്കൗണ്ടിന്റെ ഏറ്റവും എൻഡിലാണ്. എന്റെ വേറെ ഇവിടെ സമം, ഇവിടെ ഒരു ടോട്ടലും ഒന്നുമില്ല. അക്കൗണ്ടിന്റെ എൻഡിൽ 750 എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം എഴുതുക. വലിയ ടോട്ടൽ എടുത്ത് രണ്ടുപേരും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്താന്ന് നോക്കാം. ഈ വലുതിൽ നിന്ന് വ്യത്യാസം വേണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 250 ആണ് ഇവരുടെ വ്യത്യാസം. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 250 ആണ്. 250 ആണ് വ്യത്യാസം. 250 ആണ് ഇവരുടെ വ്യത്യാസം. ഒന്ന് 750, മറ്റേത് 500. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 250 ആണ്. 250 ആണ് ഇവരുടെ വ്യത്യാസം. മനസ്സിലായോ? ഈ വ്യത്യാസം ചെറുതാരാ? ക്രെഡിറ്റ് അല്ലേ? ചെറുത് ക്രെഡിറ്റ് അല്ലേ? ഈ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുക. എന്ത് പറഞ്ഞിട്ട്? ബാലൻസ് ക്യാരിഡ് ആവും. ബാലൻസ് താഴേക്ക് കൊടുക്കുന്നു. താഴേക്ക് കൊടുത്ത ബാലൻസ് ക്യാരിഡ് ആവും. ബാലൻസ് എന്നിട്ട് ഈ 250 ഇവിടെ എഴുതും. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ കൂട്ടി നോക്കൂ. രണ്ടും 750 ആയിരിക്കും. ഈ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ അക്കൗണ്ടിന്റെ ബാലൻസ് 250 ആണ്. ചെറിയ സൈഡിലാണ് എഴുതിയത്. ആ ചെറിയ സൈഡിൽ എഴുതുന്നതും ഇത് ഈക്വൽ ആയി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചെയ്ത പ്രോസസ് ഇതൊക്കെയാണ്. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുക്കുന്നു. ഇതിൽ വലിയ ടോട്ടൽ അതിന്റെ 750 ആണ് വലുത്. അത് രണ്ട് സ്ഥലത്തും ടോട്ടലായിട്ട് എഴുതുന്നു. എന്നിട്ട് വലുതിൽ നിന്ന് ഈ ചെറിയത് കുറച്ച് ഡിഫറൻസ് കാണുന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു 250. ഇത് ചെറുതിന്റെ സൈഡിൽ എഴുതുന്നു. ഓക്കെ, എവിടെയാണോ ചെറിയ സൈഡ് അവിടെ എഴുതുന്നു. ചെറിയ സൈഡ് ആരാണ്? ഇവിടെ ക്രെഡിറ്റ് സൈഡാണ്. ചെറിയ സൈഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് 250. മനസ്സിലായോ? ഇതിനർത്ഥം ഇവരുടെ ഡെബിറ്റ് സൈഡ് കൂടുതലാണെന്നും ക്രെഡിറ്റ് സൈഡ് കുറവാണെന്നും, ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിനേക്കാൾ 250 രൂപ കൂടുതലുണ്ടെന്നുമാണ്. ഇതിനർത്ഥം ഇവിടെ 250 കണ്ടാൽ ഈ സൈഡിനേക്കാൾ 250 രൂപ കൂടുതലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ഉണ്ട്? ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. 250 രൂപ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ഈ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഇനി ഈ ബാലൻസ് ഇവിടെ വരാം, അതിന്റെ പേര് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. നോക്കാം. രണ്ട് സൈഡ് ആഡ് ചെയ്യുക, രണ്ട് സൈഡിലേക്ക് ടോട്ടൽ എഴുതാം.
വലിയ ടോട്ടൽ എടുത്തിട്ട് രണ്ട് സൈഡിൽ എഴുതുക. വലിയ ടോട്ടൽ എടുത്തിട്ട് രണ്ട് സൈഡിൽ എഴുതുക. വലുതെന്ന് ചെറുത് കൊടുത്തിട്ടുള്ള ഡിഫറൻസ് ചെറുതിന്റെ സൈഡിൽ എഴുതുക. ചെറിയ ടോട്ടൽ എവിടെയാണോ ഉണ്ടായിരുന്നത് നോക്കുക. ഇവിടെ ഈ 500 എന്ന് പറയുന്ന സാധനം ഞാൻ എവിടെ എഴുതിയിട്ടില്ല. കുട്ടികൾ സ്ഥിരമായിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരയിട്ടിട്ട് 500 എന്ന ടോട്ടൽ ഉണ്ടാവാറുണ്ട്. ഞാൻ എവിടെയും എഴുതിയിട്ടില്ല. 500 ഇവിടെ എവിടെയും ഇല്ല. ഓക്കെ, ആ സൈഡ് 500 ആയതുകൊണ്ടാണ് ബാലൻസ് എഴുതിയിട്ട് നമ്മൾ അതിനെയും കൂടി 750 ആക്കി. ഈ കിട്ടിയ ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ കിട്ടിയ ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. എല്ലാ അക്കൗണ്ടുകളും ഇങ്ങനെ തന്നെ ഫിഗറിൽ വ്യത്യാസം ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു അക്കൗണ്ട് നോക്കാം. ചില അക്കൗണ്ടുകളുടെ ഈ സൈഡിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ല. രണ്ട് സൈഡും ഉണ്ടെങ്കിലാണോ ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോ ഈ സൈഡിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ സൈഡിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. ചില അക്കൗണ്ടുകൾ അങ്ങനെയുണ്ട്. പർച്ചേസ് അക്കൗണ്ടുകളോ സെയിൽസ് അക്കൗണ്ടുകളോ ഒക്കെ സ്ഥിരമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ സൈഡിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ അക്കൗണ്ടുകൾ കാണാം. ഇങ്ങനത്തെ അക്കൗണ്ട് ഇതേ പ്രോസസ് തന്നെയാണ്. ഡെബിറ്റ് സൈഡ് 750, ക്രെഡിറ്റ് സൈഡ് 0. വലിയ ടോട്ടൽ 750 ആണ്. അത് ഇവിടെ എഴുതി, ഇവിടെ. ഓക്കെ, ഇനി 700 ചെറിയ സൈഡ് 0 ആണല്ലോ. 750 0 കുറച്ചാൽ എന്താ കിട്ടുക? 750 തന്നെയാണ് കിട്ടുക. 750 ആണ് ഇവിടെ നമ്മുടെ ഡിഫറൻസ്. 750 ഇവിടെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 750. ഓക്കെ, ഇങ്ങനെയാണ് ബാലൻസ്. ചില സൈഡുകൾ ഞാൻ തിരിച്ച് ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങേ ഭാഗത്താണെങ്കിലും ഇതുപോലെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. ഈ സൈഡില് 750, ഈ സൈഡ് 0. വലിയ ടോട്ടൽ 750, രണ്ട് സൈഡും 7. ഓക്കെ, ഇത് നമ്മുടെ ഡിഫറൻസ് 750 ആണ്. അത് ചെറുതിന്റെ 0യുടെ സ്ഥലത്ത് എഴുതി 750. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, ഇനി വേറൊരു തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. മറ്റൊരു തരത്തിൽ ഇത് ഒരു സൈഡിൽ ഇല്ലാതെ തന്നെ വേറൊരു തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. രണ്ട് സൈഡിലും ഈക്വൽ ഫിഗേഴ്സ് വരാം. രണ്ട് സൈഡിൽ എന്ത് വരാം? ഈക്വൽ ഫിഗർ വരുന്ന അക്കൗണ്ട് കേട്ടോ. ഈ അക്കൗണ്ടിന്റെ ഈ സൈഡ് കൂട്ടിയപ്പോഴും ഒരു ഫിഗർ ആണ്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം? ഇവിടെ ഇത് കൂട്ടിയപ്പോൾ 250 കിട്ടി, CR. ഇത് കൂട്ടിയപ്പോൾ 750 കിട്ടി, DR. ഓക്കെ, വലിയ ടോട്ടൽ എന്ന് പറയുന്ന സാധനമില്ല. എല്ലാം 250 തന്നെയാണ്. വലിയ ടോട്ടൽ 250 തന്നെയാണ്. ഓക്കെ, ഇവിടെ ബാലൻസ് ഇല്ല. ബാലൻസ് എന്താണ്? നമ്മുടെ ഡിഫറൻസ് എന്താണ്? 0 ആണ്. ഇവിടെ എന്തില്ല? ബാലൻസ് ഇല്ല. 0 എഴുതുന്നത് ബാലൻസ് ഇല്ല. അവിടെ ആ അക്കൗണ്ട് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. നിങ്ങൾ എഴുതാതെ തന്നെ ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട് വരാം. രണ്ട് സൈഡ് നോർമലി ഉള്ള അക്കൗണ്ട് വരാം, ഒരു സൈഡ് മാത്രമുള്ള അക്കൗണ്ട് വരാം, രണ്ട് സൈഡ് ഈക്വൽ ആയ അക്കൗണ്ട് വരാം. ഓക്കെ, ഇതിനർത്ഥം ഈ അക്കൗണ്ടിനെ ഇനി നമുക്ക് എവിടേക്ക് കൊണ്ടുപോകേണ്ടതാണ്? ഈ അക്കൗണ്ട് ഓക്കെ ആണ്. ഈ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഈ വർഷം തന്നെ തീർത്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിന് ഫർദർ പ്രൊസീഡിങ്സിനൊന്നും ഈ അക്കൗണ്ട് എടുക്കണ്ട. കാരണം രണ്ട് സൈഡും 0 ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണ്. ഡിഫറൻസ് 0 ആണ്. ബാലൻസ് 0 ആണ്. അപ്പൊ ഇങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. വീഡിയോസ് കുറച്ച് സ്പീഡിലാണ് വന്നിട്ടുള്ളത്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതും ഒരു ടെക്നിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ ഒരു സൈഡ് ഒരു വെയിറ്റ് കൂടുമ്പോൾ എന്തെങ്കിലും വെച്ച് ഈ സൈഡിനെ ആ സൈഡിന് ഈക്വൽ ആക്കുന്ന ബാലൻസ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ ഇതിലൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കാം. ഈ സൈഡിൽ കിട്ടുന്ന ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതാണല്ലോ ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇത് കൂടിയതായതുകൊണ്ടാണല്ലോ ബാലൻസ് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ബാലൻസിന്റെ പേര് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഇവിടെ കിട്ടുന്ന ബാലൻസിന്റെ പേര് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. ഓക്കെ, ഇതിൽ ചെറിയ ടോട്ടലിനെ നമ്മൾ എവിടെയും രേഖപ്പെടുത്തുന്നില്ല. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിക്കൊള്ളാം. ഓക്കെ, വലിയ ടോട്ടലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ബാലൻസ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ബാലൻസ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോ അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ആണ്, ഒന്ന് അതിന്റെ സമ്മറൈസിംഗ് ആണ്. ഓക്കെ, ജേർണൽ എൻട്രി ആയിട്ട് കടന്നിരിക്കുന്ന ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തു, അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു, അവയെ സമ്മറൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ബാലൻസ് പോസ്റ്റിംഗും ചെയ്തു, ബാലൻസിംഗും ചെയ്തു. ഇപ്പൊ ഒരു ജേർണൽ എൻട്രിയെ എങ്ങനെ അക്കൗണ്ടിലേക്ക് എഴുതാം, എങ്ങനെ ആ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാം. നിങ്ങൾ
ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത വീഡിയോ 1-2 തവണ കാണാം. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ, എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് എന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ അടുത്ത ചാപ്റ്ററിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും പോസ്റ്റ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററിലെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.